സത്യം പറഞ്ഞാൽ ഈ പടം ഞാൻ കാണാതിരുന്നത് ഇന്ത്യൻ 2 വന്നപ്പോൾ എനിക്ക് തമിഴ് സിനിമ എടുത്ത് ആ ഒരു ഇഷ്ടം പോയി. ഇത് അങ്ങനെയല്ല, നല്ല ടോപ്പ് നോച്ച് പടം. ഇത് നിലവിൽ വേണ്ട ഒരു പൊളിറ്റിക്സ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ന് റിലീസ് ചെയ്തു. അതാണ് ഇതിനകത്തെ ഈ ഫിലിമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. കൊണ്ടും സൂപ്പർ ഒരു പാരഞ്ജിത്ത് സിനിമയാണ്. വിക്രമിന്റെ കംബാക്ക് ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, 2 പടം കണ്ട ഫീലാണ്. തീരുന്നില്ല പടം. ചെയ്യാൻ വിക്രം കൊള്ളാം. അത് കൊള്ളാം, അഭിനയം എല്ലാം കൊള്ളായിരുന്നു, എല്ലാവരുടെ അഭിനയം അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗൈസ്. അപ്പോൾ മോസ്റ്റ് അവൈറ്റഡ് ചിയാൻ വിക്രംസ് തങ്കലാൻ ഡയറക്റ്റഡ് ബൈ പാരഞ്ജിത്ത്. ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. തങ്കലാൻ കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. നേരെ തങ്കലാൻ റിവ്യൂ ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ പടം ഞാൻ കാണാതിരുന്നത് ഇന്ത്യൻ 2 വന്നപ്പോൾ എനിക്ക് തമിഴ് സിനിമ എടുത്ത് ആ ഒരു ഇഷ്ടം പോയി. ഇത് അങ്ങനെയല്ല, നല്ല ടോപ്പ് നോച്ച് പടം. ആർക്ക് വേണ്ടിയാണ് നമ്മൾ കാണേണ്ടത്? വിക്രത്തിന് വേണ്ടിയാണോ പാരഞ്ജിത്തിന് വേണ്ടിയാണോ? രണ്ടുപേരുടെ ഇതുകൊണ്ട് വിക്രമിൻ്റെ ആണെങ്കിൽ ആക്ടിങ് ഒരു നമ്മൾ പറയുമല്ലോ ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുവരും. ആ ലെവലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പടം. കാണാൻ നൈസാണ്, ഫ്രെയിം ബൈ ഫ്രെയിം നൈസാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ഗോൾഡ് മൈനിങ് ആ ഒരു ടച്ചുള്ള പടം. പടം സൂപ്പർ പടം കേട്ടോ. അതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട സാധനം ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ്. തുടങ്ങുന്ന മൊമെന്റ് തൊട്ട് തീരുന്ന മൊമെന്റ് വരെ ഈ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. പെർഫോമൻസുകൾ, അതായത് ആക്ടേഴ്സിന്റെ പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ഒരു പാരഞ്ജിത്ത് സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ബിഗ് ബഡ്ജറ്റ് സംഭവം ഉണ്ടോ? അങ്ങനെ വർക്കായോ? പടത്തിന്റെ ബഡ്ജറ്റ് ഒക്കെ വെച്ചാൽ കൊള്ളാം, നൈസ് സാധനമാണ് ഇത്. തങ്കലാൻ അടിപൊളിയായിരുന്നു. പാരഞ്ജിത്തിന്റെ സിനിമയൊക്കെ മുടങ്ങാതെ കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ പാരഞ്ജിത്തിന്റെ പൊളിറ്റിക്സ് നമുക്ക് എന്തായാലും അറിയാം. ഒരു കാസ്റ്റ് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ബുദ്ധിസം, അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ഇത് അത്തരത്തിലുള്ളൊരു സിനിമ തന്നെയാണ്. പക്ഷേ അത് വിക്രം പാർവതി പോലെയുള്ള ആൾക്കാരുടെ ഒരു പ്ലോട്ടിലേക്ക് അവർ അത്രയും വലിയ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ റീച്ചിലേക്ക് എത്തും. പൊളിറ്റിക്സ് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് എത്രത്തോളം ഉണ്ട്? വിക്രം എന്നൊരു സൂപ്പർ സ്റ്റാർ വരുമ്പോൾ വിക്രം എന്ന് പറയുമ്പോൾ വിക്രത്തിന്റെ ഫാൻസിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്റ്റണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാമറസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിനകത്ത് എല്ലാവരും അഭിനയിച്ചേക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പാർവതിയുടെ അഭിനയം വളരെ എടുത്ത് പറയേണ്ടതാണ്, നല്ല അഭിനയമാണ്. പിന്നെ മ്യൂസിക്, കൊറിയോഗ്രാഫി എല്ലാം നല്ലതാണ്. പൊളിറ്റിക്സ് ഈ സിനിമയിലൂടെ, അതായത് ഒരു മാസ് ഓഡിയൻസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ ഒപ്രസ്ഡ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തിന് ഇത് നിലവിൽ വേണ്ട ഒരു പൊളിറ്റിക്സ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ന് റിലീസ് ചെയ്തു. അതാണ് ഇതിനകത്തെ ഈ ഫിലിമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. വിഷ്വൽസ്, ചിയാൻ വിക്രം, പാർവതിയുടെ പെർഫോമൻസ്, അതിനു വേണ്ടി തന്നെ പടം കാണാം. ജി.വി. പ്രകാശിൻ്റെ വീഡിയോ എല്ലാം കിടിലമാണ്, അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ VFX കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് ഓൾവേസ് പടം ഓവറോൾ പടം കിടിലം. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഡ്രാമ ടച്ച് ആയിരുന്നു കിട്ടിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടലി? ഇല്ല, അത് ആ ഒരു ഇതാണ്, ആ ഒരു മോഡാണ് സിനിമയ്ക്ക്. കുറച്ച് പേഷ്യൻസ് വേണം. പക്ഷേ വിഷ്വൽസി സ്റ്റണ്ണിങ് ആണ് പടം. പിന്നെ വിക്രമിന്റെ പെർഫോമൻസിന് വേണ്ടി തന്നെ പടം. അപ്പോൾ ബോക്സ് ഓഫീസ് നോക്കുവാണെങ്കിൽ വിക്രമിന്റെ ഒരു കംബാക്ക് എന്ന് പറയാനുള്ള കംബാക്കാണ്. വിക്രമിന് കംബാക്ക് എന്ന് എങ്ങനെ ഇനി പറയാൻ പറ്റും? പുള്ളിക്കാരന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഓരോ സിനിമയിലും പുള്ളിക്ക് അത്രയും അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിടിലം പടമാണ്. വിഷ്വലി കിടിലമാണ്. കുഴപ്പമില്ല, 2 പടം കണ്ട ഫീലാണ്. തീരുന്നില്ല പടം. ചെയ്യാൻ വിക്രം കൊള്ളാം. ഓക്കെ, എങ്ങനെയാണ് സ്റ്റോറി വൈസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു ഡ്രാമ മൂഡാണോ പോകുന്നത് അതോ ഒരു അഡ്വഞ്ചർ ത്രില്ലർ? 2 മണിക്കൂർ ടോട്ടലി എൻജോയ് ചെയ്തു. കുഴപ്പമില്ല, സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളാം. എന്റെ അമ്മ അങ്ങനെ എന്തൊരു അങ്ങനെ അഭിനയ ചക്രവർത്തി എന്റെ അമ്മ എന്തൊരു വിക്രം ജീവിച്ച് കാണിക്കണത്. അതുപോലെ പാർവതി മികച്ചത്. പാർവതി എങ്ങോട്ട് അടിപൊളി. മാളവിക വമ്പം പടം കണ്ട നമ്മളെ കരയിപ്പിച്ചുള്ള സെറ്റ്. ഇഷ്ടപ്പെട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. കുറച്ച് ബോറായിട്ടാണ് തോന്നിയത്. എനിക്ക് ബോറടി, കൊമേഴ്ഷ്യലി വർക്കായിലാണോ എന്തോ എനിക്ക് ബോറടിച്ചു. ഭയങ്കര ലാഗായിട്ടാണ് തോന്നിയത്. അത് കൊള്ളാം, അഭിനയം എല്ലാം കൊള്ളായിരുന്നു, എല്ലാവരുടെ അഭിനയം അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. എങ്ങനെയാണ് സ്റ്റോറി വൈസ് എങ്ങനെയുണ്ട്? ഇത് പഴയ ഒരു കാലത്തെ അത് ബേസ് ചെയ്തിട്ടാ. മൈനിങ്ങും കുറെ ഡീപ്പാന്ന് തോന്നുന്നു. എന്തോ എനിക്ക് ബോറടിച്ചു, എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ലായിരുന്നു, അഭിനയം നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രാഫിയും കൊള്ളായിരുന്നു. ചിയാന്റെ പെർഫോമൻസ് വേറെ ലെവൽ, ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് തന്നെ ഉണ്ട്. ബോക്സ് ഓഫീസിൽ അത്ര ഒരു ഓളം ഉണ്ടാക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വി ആർ എക്സ്പെക്ടിങ് അവാർഡ് ഫോർ ഹിം. നല്ല മൂവിയായിരുന്നു, സൂപ്പർ മൂവിയായിരുന്നു. ഒട്ടും ബോറൊന്നുമില്ല, നല്ല പോലെ കണ്ടിരിക്കാൻ നല്ല മൂവിയായിരുന്നു. ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. വലിയ ഹൈപ്പിന്റെ അത്ര ഇല്ല, എന്നാലും ഒരു ആവറേജ് പടം. എങ്ങനെയാണ് സ്റ്റോറി വൈസ് കൊള്ളാം, മേക്കിംഗ് ഒക്കെ കൊള്ളാം. ആവറേജ് എന്ന് പറയുമ്പം വലിയ സിനിമ ആയിട്ടില്ല, ഒരു കാണാൻ വൺ ടൈം വാച്ചബിൾ ആയിട്ട് കുഴപ്പമില്ല. എങ്ങനെയുണ്ടായി ബ്രോ? കൊള്ളാം. എങ്ങനെയാണ് വിക്രമിന്റെ ഒരു ആന്റിസിപ്പേറ്റഡ് സംഭവം അങ്ങനെ ഉണ്ടോ? അത് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് ഓൾറെഡി ഫിലിം ഫെയറിൽ അവാർഡ് കിട്ടിയല്ലോ, മറ്റേ പൊന്നിയിൻ സെൽവന്. ഇതും കിട്ടാൻ ചാൻസ് ഉണ്ട്. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഫാൻസിനൊക്കെ ഒരു മോഡറേറ്റ് ആണ് പോകുന്നുണ്ട്. നമ്മൾ ആ പടത്തിന്റെ കൂടെ ട്രാവൽ ചെയ്ത പടം കൊള്ളാമായിരിക്കും. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇറ്റ്സ് അഡ്വഞ്ചറസ് ഡ്രാമ ഫാന്റസി
அதெல்லாம் சேர்ந்த ஒரு ஃபிலிம். எப்படி கொமர்ஷியல் எலமெண்ட்ஸ் ഒക്കെ இருக்கா? കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ അങ്ങനെയല്ല, ഇറ്റ്സ് ലൈക്ക് എ ഫാന്റസി മൂവി. ഓക്കേ. സോ നല്ല വിക്രംസ് കംബാക്ക് കണക്കല്ല, നമുക്ക് എന്ത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ മൂവി ദാറ്റ് എൻഗേജിങ്. കൊണ്ടും സൂപ്പർ ഒരു പാരഞ്ജിത്ത് സിനിമയാണ്. വിക്രമിന്റെ കംബാക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ഭയങ്കര ഒരു കംബാക്ക് ഇതുണ്ടോ ഫാൻസിനൊക്കെ സെലിബ്രേറ്റ് പ്യോർലി ആർട്ടിസ്റ്റിക്. യെസ്, ഇതൊരു പ്യോർലി ഈ പാരഞ്ജിത്തിന്റെ സിനിമകൾ കണ്ടവർക്കറിയാം ആ ഒരു ട്രാക്കാണ്. ബട്ട് ഇറ്റ് ഈസ് റിയലി അബ്സല്യൂട്ട്ലി നമ്മൾ ലാസ്റ്റ് കണ്ട പോലെ കുറെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടോ പാരഞ്ജിത്ത് പടങ്ങളുടെ പോലത്തെ? അതോ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് അതിനു വേണ്ടി കുത്തി കയറ്റിയിട്ടില്ല, കറക്റ്റ് ആ ട്രാക്കിലാണ് പോയേക്കുന്നത്. ഓക്കെ, വിക്രമിന്റെ ഒരു കംബാക്ക് ആയിരിക്കും കളക്ഷൻ ബേസ് ബ്ലോക്ക് ബസ്റ്റർ? തീർച്ചയായിട്ടും കൊള്ളാം. വിക്രമിന്റെ ആക്ടിങ് കൊള്ളായിരുന്നു. ആക്ടിങ് കൊള്ളാം. എങ്ങനെയാണ് പ്രതീക്ഷ? ഒരു വലിയ ഹൈപ്പിലുള്ള സംഭവം ഉണ്ടോ? കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കൊള്ളാം, അടിപൊളി പടം തന്നെ ആണ്. യെസ്, അങ്ങനെ തങ്കലാൻ കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ റിവ്യൂ റെസ്പോൺസ് ഒക്കെ കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടവർ ഇതൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.